പക്ഷേ അവിടെ പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. യു ഡി എഫ് അത്രയും പ്രതീക്ഷയിലാണ് അവിടെ ഉള്ളത്. ു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ അവിടെയുണ്ട്. അതെ, അതായത് ഒരു അതൃപ്തിയിലാണ് അൻവറിന്റെ സഞ്ചാരം. ലീഗ് ഇടപെടുക ചോദിച്ചാൽ ലീഗിൻ്റെ പരമ്പരാഗതമായ ഒരു സമീപനം തന്നെ അതാണ്. യു ഡി എഫിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവിടെ മുസ്ലിം ലീഗ് ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞാലി സാഹിബ് കുഞ്ഞാലി സാഹിബിനെ കാണാൻ ആരോ വന്നു എന്ന് പറഞ്ഞു. എന്നപോലെ തന്നെ കുഞ്ഞാലി സാഹിബ് ആ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അൻവറിന്റെ വാതിൽ ലീഗായിരിക്കും തുറന്നു കൊടുക്കുന്നത്. അത് നേരത്തെ തന്നെ യു ഡി എഫ് തീരുമാനിച്ചതാണ്. യു ഡി എഫിൽ ഒരു കക്ഷിയും അൻവറിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും എല്ലാവർക്കും ഉള്ളത്. 2 ദിവസം സമയം കൊടുക്കുന്നു, ഒപ്പം മത്സരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇപ്പം കുഞ്ഞാലി സാഹിബുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അവിടെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. യുഡിഎഫിലേക്ക് എടുക്കാൻ എല്ലാ ഘടകകക്ഷികളും സംതൃപ്തരാണ്, അംഗീകരിക്കുന്നത്. പിന്നെ എന്താ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നതാണ്? സ്വാഭാവികമായിട്ടും അതിലൊരു ചോദ്യം വരുമല്ലോ. ഈ അൻവർ ചോദിക്കുന്നു അതാണ്, എല്ലാവരും സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളെ പുറത്ത് നിർത്തുന്നു എന്നുള്ളൊരു ചോദ്യം. അൻവറെ അതായത് ഇപ്പോൾ അവിടെ യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ യു ഡി എഫിൻ്റെ മീറ്റിംഗ് നിലമ്പൂരിൽ നടക്കുന്നുണ്ട്. അതോടുകൂടി ഒരു തീരുമാനമാവും. ആ സെൻറ്റിമെൻറ്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കും ഇല്ല, അങ്ങനെയൊന്നും ആർക്കും ഇല്ല. യു ഡി എഫിൽ ആർക്കും ഇല്ല. എന്താണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതെന്നൊക്കെ എനിക്ക് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തെ ഒഴിവാക്കണം, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണം, അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യണം, അദ്ദേഹത്തെ മാറ്റി നിർത്തണം. പക്ഷേ അദ്ദേഹം ഉയർത്തിയൊരു പോരാട്ടം ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞൊരു കാര്യങ്ങളുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളെല്ലാം മുന്നിലേ നിൽക്കുന്നത്. ഞങ്ങളാണല്ലോ ഏറ്റവും ശക്തമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാരാണ്. ഈ സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ച സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ അവസാനം തുടങ്ങുന്നത് നിലമ്പൂരിൻ്റെ ബൈ ഇലക്ഷൻ റിസൾട്ടോടു കൂടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. അതിൽ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടാവുമോ? എനിക്കറിയില്ല. അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടാവുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവായാലും KPCC പ്രസിഡൻ്റായാലും മറ്റു കോൺഗ്രസ് ഉന്നത നേതാക്കളായാലും അതുപോലെ UDFിലെ പ്രഗത്ഭരായ നേതാക്കളായാലും അവരൊക്കെ എല്ലാവർക്കും ഇക്കാര്യത്തിൽ അങ്ങനെ അൻവറിനെ ഐസൊലേറ്റ് ചെയ്യണമെന്നോ അൻവറിനെ മോശമാക്കണമെന്നോ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഇടതുപക്ഷ മുന്നണിക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഘട്ടം വന്നാൽ അത് വേണമെന്ന് ചിന്തിക്കുന്നവരായിട്ടാണ് അവരെല്ലാം ഞാൻ കണ്ടത്. എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കട്ടെ. വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമാണ്. കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നണേ? മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നില്ല, സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായിട്ട് പ്രസ്താവന പറയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നണിയിൽ ഒരു അസോസിയേറ്റഡ് മെമ്പറെ എടുക്കാൻ പറ്റുമോ? അതിനൊക്കെ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ അവസാനം. ഞാൻ പറഞ്ഞില്ലേ, പര്യവസാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ആകാംക്ഷാപൂർവം വളരെ ഔത്സുക്യത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ആൻസർ ഉണ്ടാവും. ആ അവസാന ആൻസർ വരുന്നവരെ എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു, ബോഡി ലാംഗ്വേജ് എന്ത് കണ്ടിട്ട് തോന്നുന്നു എന്നൊക്കെ നോക്കി അങ്ങോട്ട് കൊടുക്കുക ഞങ്ങൾ. പറയല്ലേ, പ്രചരണമൊക്കെ ഞങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പ്രചരണമൊക്കെ ഇന്നലെ വളരെ ഉഷാറല്ലേ. ഇത് ഒരു നല്ല സ്പിരിറ്റിൽ, നിങ്ങൾക്കറിയാം ലീഗിൻ്റെ ഒരു പോളിസി എപ്പോഴും കണ്ടിട്ടില്ലേ, ഞങ്ങൾ വളരെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് നേതാക്കന്മാരെ ഒന്നും പേഴ്സണലായിട്ടൊന്നും കുറ്റം പറയില്ല. എന്നാൽ അതേ അവസരം നിശ്ചിതമായി പൊളിറ്റിക്കലായിട്ട് വിമർശിക്കും, നല്ലപോലെ ഇലക്ഷൻ രംഗത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാര്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. നേതൃയോഗം നേരത്തെ ചേർന്ന് അൻവറിനെ സഹകരിപ്പിക്കാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയാണല്ലോ. അൻവർ പറയുന്നു VD സതീശനാണ് എല്ലാത്തിനും എതിരെ നിൽക്കുന്നതെന്ന്. അതിപ്പോൾ ഇന്നലെ വരെ എല്ലാവരും എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ആകാംക്ഷാപൂർവം വളരെ ഔത്സുക്യത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ആൻസർ ഉണ്ടാവും. ആ അവസാന ആൻസർ വരുന്നവരെ എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു, ബോഡി ലാംഗ്വേജ് എന്ത് കണ്ടിട്ട് തോന്നുന്നു എന്നൊക്കെ നോക്കി അങ്ങോട്ട് കൊടുക്കുക ഞങ്ങൾ. പറയല്ലേ, പ്രചരണമൊക്കെ ഞങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പ്രചരണമൊക്കെ ഇന്നലെ വളരെ ഉഷാറല്ലേ. ഇത്
ഒരു നല്ല സ്പിരിറ്റിൽ നിങ്ങൾക്കറിയാം ലീഗിൻ്റെ ഒരു പോളിസി എപ്പോഴും കണ്ടിട്ടില്ലേ ഞങ്ങൾ വളരെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് പിന്നെ നേതാക്കന്മാരെ ഒന്നും പേഴ്സണലായിട്ടൊന്നും കുറ്റം പറയില്ല എന്നാൽ അതേ അവസരം നിശ്ചിതമായി പൊളിറ്റിക്കലായിട്ട് വിമർശിക്കും നല്ലപോലെ ഇലക്ഷൻ രംഗത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാര്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു UDF നേതൃയോഗം നേരത്തെ ചേർന്ന് അൻവറിനെ സഹകരിപ്പിക്കാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയാണല്ലോ അൻവർ പറയുന്നു VD സതീശനാണ് എല്ലാത്തിനും എതിരെ നിൽക്കുന്നതെന്ന് അതിപ്പോൾ ഇന്നലെ വരെ എല്ലാവരും തന്നെയാണല്ലേ അല്ല അതൊക്കെ ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇന്നലെയും ഇന്നും തുടർന്നും സംസാരങ്ങൾ നടക്കുന്നുണ്ട് അത് പോസിറ്റീവായി വ്യത്യസ്തമായ നിലപാടില്ല കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കും ഒക്കെയുള്ള നിലപാട് മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ UDF കൂടി ഇരുന്ന് ഈ കാര്യം ഗൗരവമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ ആ തീരുമാനം ബഹുമാനപ്പെട്ട UDF ചെയർമാൻ അൻവറിനോട് അറിയിച്ചിട്ടുണ്ട് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ UDF ഉറച്ചു നിൽക്കുന്നു പക്ഷെ അങ്ങനെ നിലപാട് UDF എടുത്തിട്ട് പോലും ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് UDFിലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് അൻവർ ഏറെക്കുറെ അംഗീകരിച്ച് പോയതുകൊണ്ട് ഇപ്പോഴും അൻവർ പറയുന്നത് കുറേ കൂടി കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമാവാനുണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല അതിന് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന UDFിനെ തന്നെയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കാണും എന്ന് അദ്ദേഹം പറയുന്നത് എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മുടെ ലക്ഷ്യം ഈ ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറണം അതിന് സഹകരിക്കാവുന്ന എല്ലാവരുമായി സഹകരിക്കണം പരമാവധി വോട്ടുകൾ ഏകോപിപ്പിക്കണം അതിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് വ്യക്തമായ നിലപാടുണ്ട്